ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ? കേൾക്കാൻ ആ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. സോ ഓക്കെ. കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എവല്യൂഷൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. CSIR എക്സാമിൽ എവല്യൂഷന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 2 സെക്കൻഡ് മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു അല്ലേ? സോ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ പറ. അവിടെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തും. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ മക്കളെ, ഇതാ ഹ്യൂമൻസ് ആർ ഇവോൾവ് ഫ്രം മങ്കീസ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ല തെറ്റാണോ? യെസ് ഓർ നോ എന്ന് പറഞ്ഞേ. ഇതിലുള്ള എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹ്യൂമൻസ് ആർ ഇവോൾവ് ഫ്രം മങ്കീസ്. ശരിയാണെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ എന്നും പറഞ്ഞേ. പുതിയ കുട്ടികൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം. താഴെയുള്ളവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഉത്തരങ്ങൾ പറയാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടും പറയാം, ഒരു കുഴപ്പമില്ല. ഹ്യൂമൻസ് ഇവോൾവ് ചെയ്തത് മങ്കിയിൽ നിന്നാണ്. ലാണോ? ആണ് അല്ലെങ്കിൽ അല്ല? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. എന്നിട്ട് മെസ്സേജ് ഓപ്പൺ ആക്കാലോ. പുതിയ കുറച്ച് പേരുണ്ടല്ലോ. സംഗീത, മാനസ. ഹ്യൂമൻസ് ഇവോൾവ് ചെയ്ത് മങ്കീസിൽ നിന്നാണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ചിലവര് യെസ് പറയുന്നുണ്ട്, ചിലവര് നോ പറയുന്നുണ്ട്. നോക്കാലോ. എല്ലാരും പറഞ്ഞേ ജസ്റ്റ്. സംഗീത, മാനസ, ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ സ്കൂളില് 10ാം ക്ലാസ്സിൽ രണ്ടാമത്തെ ടെക്സ്റ്റിൽ ലാസ്റ്റ് ആയിട്ടല്ലേ നമുക്കിത് പഠിക്കാനില്ലേ? ഓക്കെ, ആ സമയം നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും. ചുമൻസികൾ എഴുതുന്നത് മങ്കീസ് എന്നാണോ അല്ല വേറെ എന്തെങ്കിലും ഓർഗാനിസത്തിൽ നിന്നാണോ എന്ന്. സോ ദ ആൻസർ ഈസ് നോ. ഓക്കെ, ആൻസർ എന്താണ്? നോ ആണ്. ഒരിക്കലും മനുഷ്യൻ ഇവോൾവ് ചെയ്തത് എവിടെ നിന്നല്ല, മങ്കീസിൽ നിന്നല്ല. അത് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഓക്കെ, സോ നമ്മള് ഇപ്പം ഒരു കോളേജ് ഡിഗ്രി പഠിക്കുന്ന ഒരാളോട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഹ്യൂമൻസ് അല്ലേ, നമ്മൾ ഈ ചിത്രം കണ്ടില്ലേ, ഇപ്പൊ ഈ കാണിക്കുന്ന ചിത്രമല്ലേ, ഞാൻ ഈ കാണിക്കുന്ന ചിത്രം എന്താ അറിയോ, ഈ ചിത്രം തെറ്റാണ്, ഇതൊരിക്കലും നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓർഗാനിസത്തിൽ നിന്ന് അടുത്ത ഓർഗാനിസം ആയി പോകുന്ന പരിപാടി നമുക്ക് ഈ പറയുന്ന മങ്കിയിൽ നിന്നോ അല്ലെങ്കിൽ ചിമ്പാൻസിയിൽ നിന്ന് ഹ്യൂമൻസ് ഉണ്ടായി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ എവല്യൂഷനിൽ ഇതേപോലത്തുള്ള ചിത്രങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് തെറ്റാണ്. ഓക്കെ, സോ എന്താണ് ശരി? എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്? അല്ല, മങ്കീസിന്നല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? സോ ചിമ്പാൻസിന്നാണോ? അതിനുത്തരം പറ. ചിമ്പാൻസിന്നാണോ നമ്മൾ ഉണ്ടായത്? ഒക്കെ അടുത്തൊരു സ്ലൈഡ് ഉണ്ടാക്കായിരുന്നു അല്ലേ? ചിമ്പാൻസീൻ, ഹ്യൂമൻസ് ആർ ഇവോൾവ് ഫ്രം ചിമ്പാൻസീസ്. ആദ്യൊരു ഉത്തരം പറഞ്ഞേ. പുതിയ കുട്ടികളെല്ലാവരും പറഞ്ഞേ യെസ് ഓർ നോ പറഞ്ഞേ. എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവര് യെസ് ഓർ നോ പറഞ്ഞേ. എന്നെ ഒരിക്കൽ കേട്ടവര് തൽക്കാലം അവിടെ ഒന്ന് കുത്തിയിരിക്കെ, ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മതി. ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നവരൊന്ന് പറഞ്ഞേ, ചിമ്പാൻസീനാണോ നമ്മൾ ഉണ്ടായത്? ഹ്യൂമൻസ് ആർ ഇവോൾവ് ഫ്രം ചിമ്പാൻസി. സോ ഇതാ ഈ ചിത്രം, ഇതാ ചിമ്പാൻസി. ഇത് ചിമ്പാൻസി ആണെന്ന് വിചാരിച്ചോ? ഇതാരാണ്? ആരാണ്? അജയ് ആണെന്ന് വിചാരിച്ചോ? അല്ലേ? ആ, പറ. ചിമ്പാൻസിന്നാണോ ഹ്യൂമൻസ് ഉണ്ടായത്? നല്ല നല്ല മനുഷ്യരുണ്ടായത് ആണോ? അല്ല. ചിമ്പാൻസിന്നും അല്ലേ? പറ. ചിമ്പാൻസിന്നും അല്ല എന്നാണ് ചിലര് പറയുന്നത്. അപ്പൊ ചിമ്പാൻസിന്നും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായി മനുഷ്യരുണ്ടായേ? കുരങ്ങെന്നല്ല. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞു. ആദ്യം നിങ്ങൾ വിചാരിക്കും ആര് ഇയാളോ എന്നിട്ട് പറഞ്ഞു ഹ്യൂമൻസ് ആർ ഇവോൾവ് ഫ്രം മങ്കീസ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ പറയാനുള്ള ഒരു ഓർഗാനിസ് ആരാണ്? ചിമ്പാൻസീസ് ആണ്. ഓക്കെ, ചിമ്പാൻസി എന്ന് പറഞ്ഞു. ചിമ്പാൻസി എന്ന് പറഞ്ഞ സമയത്തും ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞു അല്ല, ചിമ്പാൻസി ഒന്നും അല്ല. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് എവല്യൂഷൻ നോക്കാനുള്ളത്. ഓക്കെ, നമുക്കൊരു പൊതുബോധത്തിന് വേണ്ടിയിട്ടും നമ്മുടെ CSIR എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. കുരങ്ങൊന്നല്ല.
ചിമ്പാൻസി എന്നല്ല, പിന്നെ ആരെന്നാണ് നമ്മൾ ഉണ്ടായത്? മറ്റേ സിംഗിൾ സെല്ലിൽ നിന്നാണ് പണ്ടുണ്ടായ, സിംഗിൾ സെല്ലിൽ നിന്നാണെന്ന് ഒരിക്കലും പറഞ്ഞേക്കല്ലേ. ഓക്കെ, എവിടുന്നാണ് എങ്ങനെയുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സിലും ഇതിന്റെ വരാൻ വേണ്ടി പോകുന്ന ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യും, എവല്യൂഷൻ പറ്റി പഠിക്കുന്ന സമയത്ത് ഹ്യൂമൻസ് എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുമാത്രമല്ല, എങ്ങനെയാണ് നമ്മൾ എവല്യൂഷണറി തിയറി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയ നമ്മൾ നോക്കണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എവല്യൂഷൻ പഠിക്കാൻ വേണ്ടി പോവാണ്. സോ CSIR തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ എവല്യൂഷൻ എന്ന് പറയുന്നത്. എയ്പ്സ് എന്നാണോ എന്ന് ചോദിച്ചു. ഓക്കെ, എയ്പ്സ് എന്നാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും എയ്പ്സ് എന്നല്ല എന്ന് പറയും. നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു വേർഡ് ഉണ്ട് അവിടെ. ഓക്കെ, നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു വേർഡ് ഉണ്ട്. അത് എന്ത് വേർഡാണെന്ന് ഞാൻ ഈ ക്ലാസ്സിന്റെ അവസാനം ഞാൻ പറഞ്ഞു വെക്കും. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഓർഗാനിസത്തിൽ നിന്നാണ് മറ്റൊരു ഓർഗാനിസം ഉണ്ടായെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അത് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകും. സോ എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ സെറയിൽ എവല്യൂഷനും അതേപോലെ തന്നെ എന്താണ് എവല്യൂഷനും അതേപോലെ തന്നെ പ്ലാന്റ് ഫിസിയോളജി എടുക്കുന്ന ഫാക്കൾട്ടി ആണ്. DB ഒക്കെ എടുക്കാറുണ്ട്, പക്ഷെ ഇവിടെ ഞാൻ ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ സെറയെ പറ്റിയിട്ട് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മള് എന്താ പറയാ, ലൈഫ് ടൈം ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്ന ക്ലാസ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ക്ലാസ് എടുക്കുന്ന എല്ലാ ഫാക്കൾട്ടീസും, ഞാൻ എന്നെ പറ്റി പുകഴ്ത്തുന്നതെന്ന് വിചാരിക്കേണ്ട, എല്ലാ ഫാക്കൾട്ടീസും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലേ കുറേ കാലം ക്ലാസ് എടുത്ത ഫാക്കൾട്ടീസ് ആണ്. സോ ഐ മീൻ നല്ലോണം എഫേർട്ട് ഇടുന്ന ടീച്ചേഴ്സ് ആണ്. സോ എന്താ, നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ എന്ന കാര്യം എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഓക്കെ, സോ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത ഇവിടെ കാണുന്ന പോലെ വീക്കിലി എന്തുണ്ട്, 4 ലൈവ് ക്ലാസ് ഉണ്ട്, ഏകദേശം വൈകുന്നേരം. ഐ മീൻ 7, 8, 8:30 ആ ഒരു സമയത്തൊക്കെയാണ് ഉണ്ടാവുന്നത്. അതേപോലത്തെ പാർട്ട് ഇൻക്ലൂഡ് ആവുന്നുണ്ട്, പേഴ്സണൽ മെന്റർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള, ഐ മീൻ ഒന്നാമത്തെ കാര്യം ലൈവായിട്ടുള്ള ക്ലാസ്സിന്റെ അറ്റൻഡ് ചെയ്യാം. അതിൽ ഡൗട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുകയും ചെയ്യാം. പിന്നെയോ പിന്നീട് ഈ ക്ലാസ് ഒന്നും കൂടി കാണാൻ തോന്നുവാണെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ ആപ്പ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളെ ഈ ബാച്ച് മുന്നോട്ട് പോകുന്നത്? ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ലൈഫ് ടൈം ആയിട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടും. എപ്പോഴാണോ പരീക്ഷ പാസ്സാവുന്നത് അപ്പം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ പഠിത്തം ഈ സെറവായിട്ട് നടക്കുന്ന ഒന്നിച്ചുള്ള പഠിത്തം നിങ്ങൾ നിർത്തിയാൽ മതി. ഓക്കെ, സോ ഇപ്പോൾ MSc പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഈ ലൈവില്. MSc കഴിഞ്ഞ് എന്താ പറയാ, MSc കഴിഞ്ഞുള്ള കുട്ടികളുണ്ടാവും, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ഐ മീൻ ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് എന്താ വല്ല PSC കോച്ചിങ്ങോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ്, കല്യാണോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ള അമ്മമാരടക്കം ഉള്ള ക്ലാസ് ആണ് സെറകള്. അതായത് ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോക്കിയിട്ട് പഠിക്കാനും, ക്വസ്റ്റ്യൻ എല്ലാ വീക്കിലി എക്സാം ഉണ്ടാവും ഓരോ ഭാഗത്ത് നിന്ന്. വീക്കിലി ഇപ്പൊ 4 ക്ലാസ് ഉണ്ട് വിചാരിച്ചു, 4 ഭാഗത്ത് നിന്നുണ്ടാവും ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള എക്സാം ഉണ്ടാവും. അതെന്ത് ചെയ്യും, നമ്മളെ ടോപ്പിക് ഇങ്ങനെ തറവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ ആർ അല്ലെ, റിവേഴ്സ് ലേണിംഗ് ടെക്നിക്, RLT നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഓക്കെ, ഫാക്കൾട്ടീസ് എല്ലാവരും ഇരുന്ന് ക്വസ്റ്റ്യൻ നോക്കുന്നു. എന്നിട്ടോ ആ ക്വസ്റ്റ്യൻ എന്താണ്, എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ വേണ്ടുന്ന കാര്യം എന്താണെന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യന് കോൺസെപ്റ്റിലേക്കും പിന്നീട് കോൺസെപ്റ്റിൽ നിന്ന് ആപ്ലിക്കേഷനിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. RLT ടെക്നിക്ക് വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ജസ്റ്റ് ഞാൻ ഇന്നത്തെ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, എവല്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൻ്റെ ഉത്തരമൊക്കെ തരുന്ന ഒരു കുഞ്ഞു ക്ലാസ് ആണ് ഞാൻ ഇന്ന് ആലോചിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ ന്യൂ ഇയറിന്റെ ഓഫർ നടക്കുന്നുണ്ട്. 12,000 ആണ് ഫീസായിട്ട് വരുന്ന ഓഫർ നടക്കുന്നത് കൊണ്ട് 9,600 രൂപ ആണ് ഫീസ് വരുന്നത്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അടക്കാം. എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് എവല്യൂഷന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എവല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിൽ വരുന്ന സാധനം എന്തായിരിക്കും, ഫൈലോജനറ്റിക് ട്രീ ആയിരിക്കും അല്ലെ.
ഓക്കെ, ഫൈലോജനറ്റിക് ട്രീ ആണ് നിങ്ങളുടെ മനസ്സിൽ വരും ആരും മുന്നിലും. ഓക്കെ, പിന്നെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമാണ് ഞാൻ ആദ്യം കാണിച്ചത്. കുരങ്ങൻ ചിമ്പാൻസി ആവുന്നു, ചിമ്പാൻസി പലതരത്തിലുള്ള ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലിസിസ്, പല മനുഷ്യരാവുന്നു, അവസാനം ഹോമോസാപ്പിയൻസ് ആവുന്നു. ഇതാണല്ലോ എവല്യൂഷൻ പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യം വരുന്നത്. ഓക്കെ, സോ ഇവിടെ സീസേറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് എവല്യൂഷന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ഓക്കെ, സോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ, അതായത് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാതെ, സോ കോമൺ ലോജിക് ആണ് വേണ്ടത്. നമ്മളൊരു മാത്തമാറ്റിക്കൽ റീസണിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ സാമാന്യ ബുദ്ധി എന്ന് പറയില്ലേ, അങ്ങനത്തെ സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലത്തെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നു, എവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് എന്ത് വേണ്ട, തലയിൽ ഓർത്ത് വെച്ചിട്ടൊന്നും പഠിക്കണ്ട, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്റെ കൂടെ വരിക, ഞാൻ പഠിപ്പിക്കുന്ന കാര്യം നോക്കുക, കഴിഞ്ഞു. ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ ഉത്തരം ചെയ്യും. ബൈഹാർട്ട് പഠിക്കാനോ ഒന്നുമില്ല കേട്ടോ ഇവിടെ. ഓക്കെ, ഓക്കെ, സോ ഇത് എനിക്ക് തോന്നുന്നു സി എസ് ഐ ഇറക്കിയ 2016 17 സി എസ് ഐ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിലെന്താണ്, ഫൈലോജനി ട്രീ കൊടുത്തിട്ടുണ്ട്. ആ ട്രീ കൊടുത്തിട്ട് നമ്മൾ എന്താണ് ഇതിലത്തെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മളോട് അസസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. സോ എങ്ങനെയാണ് അത് അസസ് ചെയ്യേണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകും. ഓക്കെ, ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇത് റീസെന്റ് ആയിട്ട് 2020, അത് റീസെന്റ് പറയാൻ കാരണം കഴിഞ്ഞ കൊറോണ സമയത്ത് 2 കൊല്ലം എക്സാം നടന്നിട്ടില്ല. ഓക്കെ, 2 കൊല്ലം എക്സാം നടന്നിട്ടില്ല, കൊറോണക്ക് തൊട്ട് മുന്നേ, കൊറോണ ആ സമയത്ത് നടന്നൊരു എക്സാം ആണ്. സോ ഇവിടെ ഡൈവേർജന്റ് എവല്യൂഷനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പം കോളേജിലൊക്കെ കേട്ടിട്ടുണ്ടാവും കൺവേർജന്റ് എവല്യൂഷൻ, ഡൈവേർജന്റ് എവല്യൂഷൻ. സോ ഈ കൺവേർജന്റ് എവല്യൂഷനും ഈ ഡൈവേർജന്റ് എവല്യൂഷനൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാ നടക്കുക, ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് എന്ത് നടക്കുന്നത്, ഈ പറയുന്ന ഡൈവേർജന്റ് എവല്യൂഷൻ ഒക്കെ നടക്കുന്നത്. സോ ആ ഡൈവേർജന്റ് എവല്യൂഷൻ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും, അതിനുശേഷം നമ്മൾ ക്വസ്റ്റിലേക്ക് വരും. ഓക്കെ, സോ പലതരത്തിലുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എവല്യൂഷനിൽ. സോ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് എന്ത് ചെയ്യാം, എവല്യൂഷൻ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ എങ്ങനെയാണ് ഒരു എവല്യൂഷണറി ട്രീ ഉണ്ടാവുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ചിത്രം നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. ഇതെന്തായാലും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അതായത് നമ്മുടെ യൂക്കാരിയ, ആർക്കിയ, ബാക്ടീരിയ പറഞ്ഞതിന്റെ ഫൈലോജനട്രി നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലും ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ പലതരത്തിൽ നമുക്ക് ട്രീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് 1 2 3 മൂന്ന് തരത്തിലല്ലേ ട്രീനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇതിലെ ഓരോ പ്ലേസും, ഓക്കെ, അതായത് ഈ പറയുന്ന ഓരോ സ്ഥാനത്തിനെയും നമ്മൾ ഓരോന്ന് ഒരു പേര് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിനൊരു പേരുണ്ട്, ഓക്കെ, ഇതിനൊരു പേരുണ്ട്. ഓക്കെ, സോ അതേപോലെ അവസാനം ദാ ഈ പോയിന്റിന് ഒരു പേരുണ്ട്. സോ നമ്മൾ ഒരു ഫൈലോജനറ്റിക് ട്രീ എടുത്തു കഴിഞ്ഞാല് എന്തുണ്ട്, അതിന് ഓരോ കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസ് എന്തൊക്കെയാണോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ, ഷെയർ ചെയ്തേ, കാണാൻ പറ്റില്ല.
ഓക്കെ. സോ ജസ്റ്റ് നമ്മൾ ഒരു ഫൈലോജനറ്റിക് ട്രീ എടുക്കാമേ. ഓക്കെ, ഞാനൊരു ഫൈലോജനറ്റിക് ട്രീ വരക്കാം. ഓക്കെ, ഫൈലോജനറ്റിക് ട്രീ ആരൊക്കെയുണ്ട്? ഇതാ അഗീനയുണ്ട്. ഓക്കെ, പിന്നെ ആരുണ്ട്? അഖിലയുണ്ട്. ഓക്കെ, പിന്നെ ആരൊക്കെയുണ്ട്? കാർത്തികയുണ്ട്. പിന്നെ ആരല്ലേ? ഓക്കെ, യാസീൻ ഉണ്ട്. ഓക്കെ, ഞാൻ റാൻഡമായിട്ട് ഒരു 5 പേരെ സെലക്ട് ചെയ്തു. ഓക്കെ, സോ അഗീന, അഖില, കാർത്തിക, യാസീൻ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫൈലോജൻട്രി. നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ മറ്റേ പുലി, പൂച്ച, കാക്ക, കോഴി എന്നൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അതേപോലെ എന്താണ് കുറച്ച് ആൾക്കാർ. ഓക്കെ, ഇനി ഞാൻ പരിചയപ്പെടുത്താം എങ്ങനെയാണ് ഒരു ഫൈലോജനറ്റിക് ട്രീ നമ്മൾ നോക്കണ്ടതെന്ന്. ആ, നമുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, സോ ഇവിടെ നോക്കൂ. ഈ ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റുന്നറിയോ? റൂട്ട് ഓഫ് ദ ട്രീ എന്ന് വിളിക്കും. ഓക്കെ, എന്ത് വിളിക്കും? റൂട്ട് ഓഫ് ദ ട്രീ. അതായത് ഫൈലോജനറ്റിക് ട്രീന്റെ റൂട്ട് ആണെന്ത് ഞാനിപ്പം മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്. ഓക്കെ, എന്താ അപ്പൊ റൂട്ട്? ആ, എന്താ അപ്പൊ റൂട്ട്? റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കോമൺ ആൻസിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റൂട്ട് ഓഫ് ദ ട്രീ എന്ന് പറയാം. അതായത് അഖിലക്കും പൂർവികർ എന്ന് പറയും. ഓക്കെ, എന്ത് പറയും? പൂർവികർ എന്ന് പറയും. അഖിലക്കും അഗീന, കാർത്തിക, യാസീൻ, അവർക്കൊക്കെ എന്തുണ്ട്? ഒരു പൂർവികരുണ്ട്. ഓക്കെ, ആ പൂർവികരെയാണ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? റൂട്ട് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ഒരു ഫൈലോജനറ്റിക് ട്രീ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫൈലോജനറ്റിക് ട്രീന്റെ ഏറ്റവും ടിപ്പ് പോർഷൻ ഇല്ലേ? ആ ടിപ്പ് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റൂട്ട് ഓഫ് ദ ട്രീ എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? റൂട്ട് ഓഫ് ദ ട്രീ. ഓക്കെ, സോ ഇത് കാണിച്ചു തരാമേ. ഓക്കെ, അപ്പൊ ഇതാണല്ലോ മക്കളെ, ഇതാണ് എന്ത്? റൂട്ട് ഓഫ് ദ ട്രീ അല്ലേ? റൂട്ട് ഓഫ് ദ ട്രീ. റൂട്ട് ഓഫ് ദ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അവരുടെ കോമൺ ആൻസിസ്റ്റർ അല്ലെ? ഏറ്റവും കോമൺ ആൻസിസ്റ്റർ, നാല് പേരുടെയും കോമൺ ആൻസിസ്റ്റർ, കോമൺ ആയിട്ടുള്ള ഒരു പൂർവികരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റൂട്ട് ഓഫ് ദ ട്രീ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുവാണേ. കാർത്തികയുടെയും യാസിന്റെയും കോമൺ ആൻസിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഈ ഒരു പോയിന്റ് ആണ് എന്ത്? കാർത്തികയുടെയും യാസിന്റെയും കോമൺ ആൻസിസ്റ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് വിളിക്കും? നോഡ് എന്ന് വിളിക്കും. അതൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്. സോ ഈ ഒരു നോഡില്ലേ, ഈ ഒരു നോഡ് ആരുടെയൊക്കെ കോമൺ ആൻസിസ്റ്റർ ആണ്? നോക്കി, ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ഡൈവേർജ് ചെയ്തിട്ട് അഖിലയുടെയും പിന്നെ ഇത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ? ഇവിടുന്നോ കാർത്തികയുടെയും യാസിന്റെയും. സോ ഈ ഒരു നോഡ് ഞാൻ നമ്പർ കൊടുക്കാമേ. നോഡ് 2 എന്ന് പറയുന്നത് അഖിലയുടെയും കാർത്തികയുടെയും യാസിന്റെയും കോമൺ ആൻസിസ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നോഡ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഖിലയുടെയും കാർത്തികയുടെയും യാസിന്റെയും കോമൺ ആൻസിസ്റ്റർ ആണ് നോഡ് 1 എന്ന് പറയുന്നത്. സോ ഒരു ഫൈലോജനറ്റിക് ട്രീയില് റൂട്ട് ഓഫ് ദ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരുടെയും കോമൺ ആൻസിസ്റ്റർ ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നോഡില്ലേ, ആ ജംഗ്ഷൻ, ആ നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പോത്തറ്റിക്കൽ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയാം. എന്ത് പറയാം? ഹൈപ്പോത്തറ്റിക്കൽ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒരു കോമൺ ആൻസിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലല്ലോ. ആ ഉണ്ടായതിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു? അത് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കാർത്തികയും ഒന്ന് എന്തായി? യാസീനും ഉണ്ടായി. അപ്പൊ ഈ പറഞ്ഞ ഈ കാർത്തിക, യാസീൻ, അഖീനൊക്കെ ആരാ? ഇതൊക്കെ ആരേ? ആ, ആരാ? ഇവരൊക്കെ എന്താണ്? ടാക്സി ആവാം, അല്ലെങ്കിൽ എന്താവാം? ടാക്സ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? ടാക്സ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാവാം? സ്പീഷ്യസ് ആവാ, ജീനസ് ആവാ, ഓർഡർ, ക്ലാസ്, എന്തും ആവാം.
ഓക്കെ. സോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ, അതായത് ഫൈലോജനറ്റിക് ട്രീന്റെ എന്ത് ടിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ്. ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ടാക്സ, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, അതൊക്കെ എന്തൊക്കെയാവാം. ഓക്കെ. സോ ഒരു ഫൈലോജനറി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നോക്കണം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കണം. അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ട് എങ്ങനെ പറയാം? റൂട്ട് ഓഫ് ദ ട്രീന്ന് എങ്ങോട്ടേക്ക് നോക്കണം? ടിപ്പ് ഓഫ് ദ ട്രീ. റൂട്ട് ഓഫ് ദ ട്രീന്ന് എങ്ങോട്ടേക്ക് നോക്കണം? ടിപ്പ് ഓഫ് ദ ട്രീയിലേക്ക് നമ്മൾ നോക്കണം. സോ ഈ ഒരു ഫൈലോജനട്രിയിൽ നമുക്ക് എന്ത് പറയാം? ആ ഇതെന്താണ്, ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞൂടെ. അതായത് പണ്ട് MY എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ ഷോർട്ട് ഫോമിന്റെ കാലാണല്ലോ. ഓക്കെ. MY എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മില്യൺ ഇയേഴ്സ് അഗോ. ഓക്കെ. സോ മില്യൺ ഇയേഴ്സ് അഗോ എന്ത് സംഭവിച്ചു? ഓക്കെ, അവിടെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ. അയാള് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കുറെ കാലം ജീവിച്ചു. ഞാൻ ഇപ്പൊ ഒരു 5 മില്യൺ ഇയർ അഗോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതെന്താണ്? 4 മില്യൺ ഇയർ അഗോ, MY. സോ 4 മില്യൺ ഇയർ എഗോ ആ ഒരു കോമൺ ആൻസിസ്റ്ററിന് എന്ത് സംഭവിച്ചു? ഒരു പക്ഷേ അവര് സെപ്പറേറ്റ് ആയിട്ട് പോയി. നിങ്ങൾ ഇനി ഇതൊക്കെ കേട്ടായിരുന്നോ? എന്താ പറയാ, ഒരു ബാരിയർ, ജിയോളജിക്കൽ ബാരിയർ വന്നു. അപ്പൊ ഒരു പോപ്പുലേഷനിൽ പെട്ടെന്ന് ഒരു ജിയോളജിക്കൽ ബാരിയർ വന്ന സമയത്ത് ആ പോപ്പുലേഷൻ സെപ്പറേറ്റ് ആയി. അപ്പൊ എന്തായി? അവർ സെക്ഷുവലി ഐസൊലേറ്റഡ് ആയി, റിപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റ് ആയിട്ട് എന്തായി? രണ്ട് സ്പീഷീസ് ആയിട്ട് മാറിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ പഠിക്കും അത്. ഓക്കെ. സോ അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ അങ്ങനെ പലതരത്തിലെ കാരണത്തിൽ എന്ത് സംഭവിച്ചു? ഈ കോമൺ ആൻസിസ്റ്റർ എന്ത് ചെയ്തു? വേറൊരു രണ്ട് പോപ്പുലേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറി. ഓക്കെ. എന്നിട്ടോ ഈ പോപ്പുലേഷൻ അഗീനെ ഉണ്ടായി. ഈ പോപ്പുലേഷൻ ആരുണ്ടായി? ഇവിടത്തെ കോമൺ ആൻസിസ്റ്റർ ഉണ്ടായി. എന്ത്? ഹൈപ്പോത്തറ്റിക്കൽ കോമൺ ആൻസിസ്റ്റർ. ഇനി ഇവരും എന്ത് ചെയ്യുന്നു? ആ ഇവരും എന്ത് ചെയ്യുന്നു? നേരെ കുറച്ചു കാലം കഴിയുന്ന സമയത്ത്, എത്ര, 3 മില്യൺ ഇയർ എഗോ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? അഖിലയാവുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് പിന്നെയും കുറെ കാലം കഴിഞ്ഞ ശേഷം ഇവരെന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്തിട്ട് വേറെ ഓർഗാനിസം ആവുന്നു. സോ നൗ ടാക്സ നോക്കുന്ന സമയത്ത് ആരൊക്കെയാ ഉള്ളത്? 4 സ്പീഷീസ് ആയില്ലെന്ന് വിചാരിച്ചോ? 4 സ്പീഷീസ് ആണ് ഉള്ളത്. സോ റൂട്ട് ഓഫ് ദ ട്രീ എന്താണെന്ന് അറിയണം. പിന്നെന്താണ്? ഇവരെ ഈ നോഡിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഇന്റീരിയർ നോഡ് എന്ന് പറയാം. ഉള്ളിൽ നോഡല്ലേ. സോ ഈ നോഡിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഇന്റീരിയർ നോഡ് എന്ന് പറയാം. സോ റൂട്ട് ഓഫ് ദ ട്രീ ഉണ്ട്, ഇന്റീരിയർ നോഡ് ഉണ്ട്. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ ആൻസിസ്റ്റർ. പിന്നെയോ ടിപ്പ് ഓഫ് ദ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതെന്തൊക്കെയാവാം? ഈ പറഞ്ഞ പോലെ സ്പീഷ്യസ് ആവാ, ജീനസ് ആവാ, കിങ്ഡം, ഐ മീൻ സ്പീഷ്യസ് ആവാ, ജീനസ് ആവാ, ഫാമിലി, ഓർഡർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആയിട്ട് ഏത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനൊരു ഫൈലോജനറ്റിക് ട്രീ എന്ന് ഞാൻ കുറെ വട്ടം പറഞ്ഞു. സോ എന്താ ഫൈലോജനറ്റിക്സ്? അല്ല, ഞാൻ കുറെ വട്ടം പറഞ്ഞു ഫൈലോജനറ്റിക് ട്രീ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. സോ ഓക്കെ. സോ എന്താ ഫൈലോജനറ്റിക്സ്? ഫൈലോജനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് എവല്യൂഷണറി ഹിസ്റ്ററി, അതേപോലെ തന്നെ ഓർഗാനിസം തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫൈലോജനറ്റിക്സ് എന്ന് വിളിക്കുക. സോ ഫൈലോജനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് എവല്യൂഷണറി ഹിസ്റ്ററി ആൻഡ് എന്ത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതാ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന്റെ എവല്യൂഷണറി ഹിസ്റ്ററി, എങ്ങനെയാണ് ഇവർ ഇവോൾവ് ചെയ്തിട്ടുള്ളത്, അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. അത് നിങ്ങള് ഇപ്പോ ഒരേ ജീനസിലുള്ള കുറെ സ്പീഷീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറെ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോ അതൊക്കെ എന്താണ്? അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ?
എവല്യൂഷണറി ഹിസ്റ്ററി അല്ല, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. എത്ര സിമിലാരിറ്റി ഉണ്ട്, എത്ര ഡിസിമിലാരിറ്റി ഉണ്ട്. സോ വിത്തിൻ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ഫൈലോജെനറ്റിക്സ് എന്ന് പറയുക. സോ ഫൈലോജെനറ്റിക്സ് സ്റ്റഡി ഓഫ് എന്ത്, എവല്യൂഷണറി ഹിസ്റ്ററിയും റിലേഷൻഷിപ്പും. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരാവശ്യമില്ല, ഇത് ചോദിക്കൂല. ഓക്കെ. സോ എന്താണ് ട്രെയ്റ്റ്, കേട്ടിട്ടുണ്ടാവല്ലോ. മെന്റലിന്റെ ട്രെയ്റ്റ് കേട്ടിട്ടില്ലേ? കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? സോ ട്രെയ്റ്റ് മീൻസ് എനി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. സോ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്ത് പറയാം, ട്രെയ്റ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഒരു ട്രെയ്റ്റിന് എക്സാമ്പിൾ, എനി ഒബ്സർവബിൾ ക്യാരക്ടർ ട്രെയ്റ്റിന് എക്സാമ്പിൾ. ഹൈറ്റ് ഒരു ട്രെയ്റ്റ് ആണ്. ഗുഡ് അഗീന. ഹെയർ കളർ ഒരു ട്രെയ്റ്റ് ആണ്. ഐ കളർ ഒരു ട്രെയ്റ്റ് ആണ്.